ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചന വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്താൽ ഒരിക്കലും അതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ടൈറ്റാനിക് എന്ന കപ്പൽ കാണാൻ കഴിയുകയില്ല. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഓളപ്പരപ്പിലൂടെ യാത്ര ചെയ്താലും അടിത്തട്ടിൽ ആഴങ്ങളിൽ കിടക്കുന്ന ടൈറ്റാനിക് എന്ന കപ്പൽ കാണാൻ കഴിയില്ല. അതിന് ആഴങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. അടിത്തട്ടിലേക്ക് പോയാൽ മാത്രമേ ടൈറ്റാനിക് കാണാൻ നമുക്ക് കഴിയുകയുള്ളൂ. സങ്കീർത്തനം 119, 130 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അങ്ങയുടെ വചനത്തിൽ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. വചനം ചുരുളുകളാണ്. അതിൻ്റെ പ്രകാശം പരക്കണമെങ്കിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകണം. അതുകൊണ്ടാണ് ടൈറ്റാനിക്കിൻ്റെ രൂപം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ബൈബിൾ കേവലം ഒരു പുസ്തകമല്ല, അത് പ്രവർത്തനക്ഷമമായ ഒരു വ്യക്തിയായി നിലകൊള്ളുന്നുവെന്ന്. അതിൻ്റെ അസ്തിത്വത്തെ ചെറുക്കുന്ന എന്തിനേയും അത് കീഴടക്കുമെന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ആശയമായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം ശ്രദ്ധയോടെ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പറഞ്ഞ വെറും ഒരു ആശയമല്ല, അത് സത്യമാണ് നമുക്ക് മനസ്സിലാവും. ഇത് മനസ്സിലാക്കുന്ന ഒരു 3 വചനങ്ങൾ ഇതാണ്. ഹെബ്രായർലേഖനം 4:12 നമ്മൾ വായിക്കുന്നുണ്ട്: ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. തൊട്ടടുത്ത വാക്ക്: അവന്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. അതായത് ആദ്യ ഭാഗത്ത് നമ്മൾ കാണുകയാണ് വചനത്തെക്കുറിച്ച് പറഞ്ഞു. വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ് എന്ന് പറയാണ്. വചനത്തെ വിളിക്കണം അവന്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അതായത് വചനത്തെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഹെബ്രായർലേഖനം 4:12 നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ അവൻ ദൈവത്തോടു കൂടിയായിരുന്നു. ഉണ്ടോ? വചനത്തെ അവനെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കർത്താവിനെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനമാണ് മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച യേശു ക്രിസ്തു. അതുകൊണ്ട് ഈ വചനത്തെ ഒരു വ്യക്തിയായി കണ്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. ബൈബിൾ മലയാളത്തിലെ പരിഭാഷ ചെയ്തപ്പോൾ അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇനി അതുമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുക തന്നെ ആദത്തിൻ്റെയും ഹവ്വായുടെയും ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ആരംഭിക്കുന്നത്? ഈശോ ആരംഭിക്കുന്നത് കാനായിലെ കല്യാണ നാളിൽ മറ്റൊരു കല്യാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ഈ വീഡിയോ. നമ്മുടെ അടുത്തൊക്കെ ആരിലൊക്കെ പൗഡറൊക്കെ സെൻ്റൊക്കെ പൂച്ചിട്ട് അടുത്ത് വന്നിരുന്നാൽ നമ്മൾ സാധാരണ പറയും നല്ല മണമാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതെന്താ നല്ല നാറ്റം എന്ന് പറയാറില്ല. നമ്മൾ അങ്ങനെയാണ് സാധാരണ. നല്ല സ്മെല്ലിന് മണമെന്ന് പറയും, ബാഡ് സ്മെല്ലിനെ നാറ്റമെന്നാണ് നമ്മൾ പറയുന്നത് സാധാരണ മലയാളത്തിൽ. ഇങ്ങനെ 2 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മലയാളത്തിലേക്ക് ഈ ബൈബിൾ പരിഭാഷ ചെയ്തപ്പോൾ അവർക്ക് തെറ്റുപറ്റി. അവർ എല്ലായിടത്തും ഉപയോഗിച്ചൊരു വാക്കുണ്ട്, അഭിലാഷം എന്ന വാക്കാണ്. നമ്മൾ ഈ വീഡിയോ അതിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:11 നമ്മളിങ്ങനെ വായിക്കുന്നു: എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയുടെ തീവ്ര അഭിനിവേശം കാണിക്കും, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയുടെ തീവ്ര അഭിനിവേശം കാണിക്കും, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. വചനം ഒരു വ്യക്തിയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ യാത്ര. എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ. ഈ വേർഡ് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഭാഗം വായിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലെത്തുന്ന ഒരു ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 3:16. ആ ഭാഗം നമുക്കറിയാം. മാതാപിതാക്കൾ പാപം ചെയ്ത് ദൈവത്തിൽ അകന്നു കഴിയുമ്പോൾ ദൈവം ഓരോരുത്തർ ശിക്ഷ വിധിക്കുന്നുണ്ട്, അനിവാര്യമായ ശിക്ഷ. അങ്ങനെ ഹവ്വായോട്, സ്ത്രീയോട് ദൈവം പറയുകയാണ്: നിന്റെ ഗർഭാരിഷ്ഠതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും, എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും. ജ്ഞാനം 6:11 വായിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഈ ഒരു ഭാഗം കടന്നു വരാറുണ്ട്, ഈ വാക്ക്. കാരണം അഭിലാഷമുണ്ടായിരിക്കും, ഇത് തമ്മിൽ കണക്റ്റഡാണ്. എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഭാഗങ്ങളൊക്കെ തേടാൻ ഒരു പ്രേരണ കിട്ടിയിട്ട് ഇങ്ങനെ ബൈബിളിൽ പരിശോധിക്കുന്നത്. ഇത് നിർമ്മലമായ 2 സ്നേഹത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ തോന്നുന്ന പാപത്തിൻ്റെ ചിന്തകൾ, ജഡികമായ ചിന്തകളുടെ സമയത്തൊക്കെ മലയാളം ബൈബിൾ അഭിലാഷം എന്ന ഈ വാക്കാണ് ഉപയോഗിച്ചിരുന്നതെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അവിടെയെല്ലാം ഉപയോഗിച്ച വാക്ക് മറ്റൊന്നാണ്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് മലയാളം പരിഭാഷപ്പെടുത്തി അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അവിടെ ഉപയോഗിക്കേണ്ട വാക്കുകൾ നല്ലതിനും മോശത്തിനും ഒക്കെ അവർ അഭിലാഷം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 39:7 അവിടെ ജോസഫ് എന്ന അപൂർവ പിതാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിനെ ഈജിപ്തിലേക്ക് വിൽക്കുന്നു. അങ്ങനെ പൊത്തിഫറിന്റെ കുടുംബത്തിൽ അടിമയായി കഴിയുന്ന കാലത്ത് പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് ഈ ജോസഫിനോട് ഒരു ആഗ്രഹം തോന്നുന്ന ഭാഗം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 39:7 വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു,
കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ യജമാനന്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി എന്നാണ് മലയാളം ബൈബിൾ. അഭിലാഷം തോന്നി. എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടെ എഴുതിയിരിക്കുന്നത് കാസ്റ്റ് ഹെയർ ഈസ്. അവൻ കണ്ണെറിഞ്ഞു, കടക്കണ്ണെറിഞ്ഞു, ആസക്തിയോടെ നോക്കിയ നിറത്തിൽ കാസ്റ്റ് ഹെയർ ഈസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. മലയാളം ബൈബിൾ അവിടെ അഭിലാഷം എന്നാണ് കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ ആ വേർഡല്ല അവിടെ ഉപയോഗിക്കുന്നത്. ആസക്തിയോടെ നോക്കി എന്ന വേർഡായിരുന്നു കുറച്ചുകൂടെ കറക്റ്റ്. വീണ്ടും യൂദത്തിന്റെ പുസ്തകം 12:16 അവിടെ അസിറിയക്കാരനായ ഹോളോഫർണസ് എന്ന് പറയുന്ന ഒരു സൈന്യാധിപന് യൂദത്ത് എന്ന ഇസ്രായേൽ പെൺകുട്ടിയോട് ഇങ്ങനെ ഒരു ആസക്തി തോന്നുകയാണ്, പാപം ചെയ്യാൻ ഒരു പ്രലോഭനം തോന്നുകയാണ്. ആ സമയത്തും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇത് യൂദത്ത് 12:16 നമ്മൾ വായിക്കുന്നത്. ഹോളോഫർണസിന്റെ ഹൃദയത്തിൽ അവളെക്കുറിച്ചുള്ള അഭിലാഷം നിറഞ്ഞു. സത്യത്തിൽ അവിടെ ഉപയോഗിച്ച് ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് റാവിഷ്ഡ് എന്നാണ്. റാവിഷ്ഡ്, മോഹിതനായി, ആസക്തി നിറഞ്ഞു, അനുരക്തനായി. റാവിഷ്ഡ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. മലയാളം ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത് അഭിലാഷം നിറഞ്ഞു. അതായത് ജ്ഞാനത്തിന്റെ പുസ്തകത്തിലും ഉൽപ്പത്തി പുസ്തകം ഉപയോഗിച്ച അതേ വാക്ക് അഭിലാഷം നിറഞ്ഞു എന്നാണ്. സത്യത്തിൽ അവിടെ ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നത് ഡിസയർ എന്നാണ്. ഡിസയർ, ആഗ്രഹം, അഭിലാഷം. വീണ്ടും ദാനിയേൽ പ്രവാചന പുസ്തകം 13:8 നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അവളെ ഈ 2 ശ്രേഷ്ഠന്മാരും കാണാറുണ്ട്, അവർക്ക് അവളിൽ അഭിലാഷം ജനിച്ചു. സത്യത്തിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് ലസ്റ്റ്, LUST, ലസ്റ്റ്. അവളിൽ ആസക്തി നിറഞ്ഞു, അഭിലാഷം നിറഞ്ഞു, ആസക്തി നിറഞ്ഞു എന്നൊരു വാക്ക് ലസ്റ്റഡ് എന്നാണ്. ഇനി എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 23:5 നമ്മൾ പിതാവായ ദൈവം ഒരു ദേശത്തോട് പ്രവാചകന്മാരോട് പറയുകയാണ്, ഒഹേല എന്റേതായിരുന്നപ്പോൾ വ്യഭിചാരം ചെയ്തു, അവൾ അസിറിയക്കാരായ കാമുകന്മാരിൽ അഭിലാഷം പൂണ്ടു. ഇവിടെ വ്യക്തികളല്ല, ഇവിടെ ഒരു ദേശത്തോട് പറയുകയാണ്. അതായത് വിശുദ്ധ ഗ്രന്ഥം എപ്പോഴും ഈ വ്യഭിചാരത്തെ വിഗ്രഹാരാധനയുമായിട്ട് കണക്ട് ചെയ്താ പറയുന്നത്. വ്യഭിചാരം, വിഗ്രഹാരാധന രണ്ടും ഒന്നായിട്ടാണ് കാണുന്നത്. കാരണം നമുക്കറിയാം ദാമ്പത്യ ബന്ധത്തില് ഭാര്യയ്ക്കും ഭർത്താവും അല്ലാതെ മൂന്നാമതൊരാൾക്ക് ഒരു സാധ്യതയുമില്ല. മൂന്നാമതൊരു ബന്ധത്തിന് അവിടെ ഒരു പ്രസക്തിയില്ല. അങ്ങനെ മൂന്നാമതൊരാൾ കടന്നു വന്നാൽ തകർന്ന ബന്ധമാണ് ദാമ്പത്യം. അതുപോലെ തന്നെയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മൂന്നാമതൊരാൾക്ക് സാധ്യതയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം ബൈബിളില് ആദത്തിന്റെയും ഹവ്വായുടെയും കുടുംബ പശ്ചാത്തലം ആരംഭിക്കുന്നത്. ഈശോ കാനായിലെ കല്യാണ നാൾ, ഒരു കല്യാണത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. അവിടെ കല്യാണത്തിൽ ചെറുക്കന്റെ പേരോ പെണ്ണിന്റെ പേരോ ഒന്നും കാനായിലെ കല്യാണ നാളെ പശ്ചാത്തലം ഈശോ പറയുന്നില്ല. പക്ഷെ ഒരു കല്യാണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈശോ ആരംഭിക്കുന്നതിന്റെ കാരണം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇതാണ്. അതായത് ദൈവമനുഷ്യ ബന്ധം, അതായത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മൂന്നാമതൊരാൾ കടന്നു വന്നാൽ ആ ദാമ്പത്യം തകരും. ഇതുപോലെ തന്നെ ദൈവമനുഷ്യ ബന്ധത്തിൽ മൂന്നാമതൊരാൾ കടന്നു വരാൻ പാടില്ല. കാരണം ഒരുവന്റെ ഉള്ളിൽ എല്ലാവരുപരിയായി സ്നേഹിക്കേണ്ട ദൈവത്തെയാണ്. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ ആരംഭിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നാളുകളിലൊക്കെ എനിക്ക് കിട്ടിയൊരു ബോധ്യം അതാണ്. ഇനി ട്വിസ്റ്റ് ഇതാണ് അതിന്റെ ഉത്തരം. 2 കൊരിന്തോസ് 11:12 നമ്മൾ വായിക്കുന്നുണ്ട്. എന്തെന്നാൽ നിർമ്മലയായ വധുവിന് അവരുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി ഞാൻ നിങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തി എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യാത്മാവ് ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട് അതുപോലെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. എന്തെന്നാൽ നിർമ്മലയായ വധുവിന് അവരുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി ഞാൻ നിങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തി. വീണ്ടും യേശയ്യാ പ്രവാചന പുസ്തകം 54:5 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. നിങ്ങളുടെ ഭർത്താവല്ല നിങ്ങളുടെ കർത്താവ്, നിങ്ങളുടെ കർത്താവായിരിക്കണം നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയാറുണ്ട്. വചനം പ്രൂവ് ചെയ്യുകയാണ്. യേശയ്യാ 54:5 നിങ്ങളുടെ സൃഷ്ടാവാണ് നിങ്ങളുടെ ഭർത്താവ്. യേശയ്യാ പ്രവാചന പുസ്തകം 66:5 യുവാവ് കന്യക എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും, മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ നിന്റെ ദൈവം നിന്നെ സന്തോഷിക്കും. യുവാവ് കന്യക എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും, മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ നിന്റെ ദൈവം നിന്നെ സന്തോഷിക്കും. ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹം ഒറ്റ കാര്യമേ ഉള്ളൂ പ്രിയപ്പെട്ട മക്കളെ. ബൈബിൾ ആരംഭിക്കുന്നത് ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ്. അതായത് ആദവും ഹവ്വായും, ഈ ഒരു കുടുംബ പശ്ചാത്തലമാണ് ബൈബിൾ ആരംഭിക്കുന്നത്. ഈശോ ആരംഭിക്കുന്നത് കാനായിലെ കല്യാണ നാളിലാണ്. അവിടുത്തെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഒന്നും പേര് പറയാതെ ഈ പശ്ചാത്തലത്തിലാണ് ഈശോ ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. അതായത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മൂന്നാമതൊരാൾ കടന്നു വന്നാൽ ആ ബന്ധം തകരും, ആ ദാമ്പത്യം തകരും. അതുപോലെ തന്നെയാണ് ദൈവമനുഷ്യ ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതിന് മൂന്നാമതൊരാൾ കടന്നു വരണമെന്ന്. അതായത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണമെന്ന യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ ആരംഭിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നാളുകളിലൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണയാണ്. ഈ വീഡിയോ ഞാൻ മുൻപ് പലതവണ എടുത്തതാണ്. പക്ഷെ എനിക്ക് എന്നിട്ടും ഇതെങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കുന്നത് ഭയമുള്ളത് കൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്യാതിരുന്നത്. എന്നെ കേൾക്കുന്നവർക്ക് ഇത് എത്രത്തോളം മനസ്സിലാക്കുമെന്ന് അറിയില്ല. എങ്കിലും ഈ വചനങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത ഇതാണ്. ഭാര്യാഭർത്തൃ ബന്ധം പോലെ ഒന്നായി തീരേണ്ട ഒരു ബന്ധമാണ് ദൈവമനുഷ്യ ബന്ധമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.